കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് നിൽക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം വരുമ്പോൾ ആനന്ദശയനവും കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വരികയാണ്. അങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അതുപോലെ വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, നെയ്വിളക്കിൻ്റെ പ്രകാശമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒരു തടിച്ചുരുണ്ട ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിലെ അരമണി കാണാണ്ട്, കിങ്ങിണിയുടെ നൂലുകൾ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുമ്പൊക്കെ ഇങ്ങനെ നന്നായിട്ട് വീർത്തിട്ടുണ്ട്, വെണ്ണയൊക്കെ കഴിച്ചിട്ടാണ് തോന്നുന്നു. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയുണ്ട്. പിന്നെ അതേപോലെ 5 ഗോപീതിലകം കൊണ്ടൊരു മാല പോലെ അങ്ങനെ. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലത്തെ കയ്യിൽ വെണ്ണുരുളുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. വെറുതെ എല്ലാ വയറൊക്കെ വീർത്തണതേ. അങ്ങനെ ആ മുഖത്തേക്ക് നോക്കി ആ വെണ്ണ കഴിച്ച് കിട്ടിയ ഒരു സന്തോഷം. അതേപോലെ തിരുനെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ 2 തിരുമുടി മാലകളുണ്ട്. വെളുത്ത പൂവിൻ്റെ ഉണ്ട്, തെച്ചിയും തുളസിയും കൂടി ഉള്ളതുണ്ട്. അതേപോലെ 2 ഉണ്ടമാല ഇതേമാതിരി തെച്ചി തുളസി വെളുത്ത പൂവായിട്ടുള്ള. അപ്പോൾ അങ്ങനെ നല്ല സുന്ദരനായിട്ടാണ് കേട്ടോ ഉണ്ണി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് എന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നെ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ ആ തൃപ്പടിയിലാണ് എന്നങ്ങനെ വിചാരിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ കണ്ട് നമസ്കരിക്കുകയാണ് എന്നങ്ങനെ വിചാരിച്ച് മനസ്സുകൊണ്ട് നമസ്കരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ചെറിയ ആലിലക്കണ്ണനെ കാണാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഗണേശനെ കാണാം. ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നെ അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടാം. മത്സ്യം, കൂർമ്മ, വരാഹ, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ ധാരാളം മാലകളുണ്ട്. ചെണ്ടുമല്ലിമാല ഉണ്ട്, തെച്ചിപ്പൂവുണ്ട്, തുളസിപ്പൂവുണ്ട്, ഒക്കെ മാലകളുണ്ട്. താമരയൊക്കെ മുകളിൽ മഹാവിഷ്ണുവിൻ്റെ മുകളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നെ ഭീഷ്മരെയും കണ്ട് തൊഴുത് നേരെ അവിടുന്ന് നമ്മൾ നേരെ ശ്രീകൃഷ്ണനും ബലരാമനും ഭാർഗവരാമനും അതേപോലെ പരശുരാമനെയൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് അങ്ങനെ വന്ന് ശ്രീരാമചന്ദ്രനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ആ മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് നേരെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് വെറ്റില മാല ഉണ്ട്, അതേപോലെ ഒരു ലിഖിതമാല ഉണ്ട്, കുറേ കുങ്കുമമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം
ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം, മണിക്കിണർ കണ്ട് തൊഴാം. പിന്നെ ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയെ കാണാം. അതേപോലെ നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തിരികത്ത് കാവിലെ ഭഗവതിയെ കാണാം. അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ ഇന്നലെ നമ്മുടെ അവിടെ പ്ലാവിൻ്റെ മുകളിൽ ചക്ക ഉണ്ടായത് കണ്ടിരുന്നു. നമ്മൾ ഒരു ഷോർട്സ് ഇട്ടിരുന്നു, നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അത് കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമുക്ക് വീണ്ടും ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തെ വന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പം നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.